ശ്രീഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് രാഹുർ ദശാഫലങ്ങൾ. ഒരാൾക്കടെ രാഹുർ ദശയിൽ അത് നല്ല സ്ഥാനത്ത് നിന്നാൽ അയാളെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ സുഖപ്രദമായിരിക്കും ആ ദശ മുഴുവൻ ഇയാൾക്ക് നല്ല സുഖം ആയിരിക്കും. രാഹു നല്ല സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ സുഖപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ, തൊഴിൽ അന്വേഷിക്കുന്ന ആള്, ആ പ്രായത്തിലുള്ള ആൾക്കാണ് ആ സമയത്ത് ഒരു ദശ, ഈ രാഹു ദശ തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് തൊഴിൽ ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതും അതാണ്. പിന്നെ ബന്ധുക്കളും മറ്റുള്ള ആൾക്കാരൊക്കെ ഇയാളുടെ വളരെ അടുത്തും വളരെ സ്നേഹത്തോടു കൂടി അങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. അതുപോലെ നല്ല അഭിവൃദ്ധി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, അത് ബിസിനസ് വളരെ മോശമായിരുന്നു, നീ രാഹുൽ ദേശം തുടങ്ങി കഴിയുമ്പോഴേക്കും ആ ബിസിനസ് നല്ല ഉയരത്തിലെത്തുക, നല്ല ഫലപ്രാപ്തി ഉണ്ടാവുക, ഇൻകം കൂടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും രാഹു നല്ല സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഈ ഭാര്യ പുത്രൻ, അങ്ങനെ ഭാര്യയും പുത്രന്മാരും ഒക്കെ ഉള്ള ഒരാളൊക്കെയാണ് അങ്ങനെ തുടങ്ങിയേക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവരിൽ നിന്നൊക്കെ നല്ല ഗുണങ്ങളും അവരിൽ നിന്ന് സ്നേഹവും അതും ഇതും അവർക്ക് അഭിവൃദ്ധി അതുമൊക്കെ ഉണ്ടാവും. പിന്നെ സന്താനങ്ങൾക്കും നല്ല അഭിവൃദ്ധി, അതുപോലെ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഒക്കെ രാഹു നല്ല സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ ജാതകൻ അനുഭവിക്കും. പിന്നുള്ളതെന്ന് വെച്ചാൽ വിവാഹപരമായ കാര്യങ്ങൾ. ഇപ്പോൾ വിവാഹപ്രായമായ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ വിവാഹപ്രായമായിട്ട് നിൽക്കുന്ന ഒരാളല്ലെങ്കിൽ രാഹു നല്ല സ്ഥാനത്താണ്. ഈ രാഹു ദശയിൽ വിവാഹം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ദശയിൽ വിവാഹം നടക്കുകയും ചെയ്യും. ധനപ്രാപ്തി ഉണ്ടാവും. അതുപോലെ ധനം ഇപ്പോൾ കിട്ടാതെ സർക്കാരിൽ നിന്ന് അനുഭാവപൂർവമായ പരിഗണനകൾ, ഇപ്പോൾ ധനം സർക്കാരിൽ നിന്ന് സഹായങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സർക്കാരിൽ നിന്ന് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് സർക്കാരിൽ നിന്ന് നമുക്ക് ആ ധനം വരും. അവരുടെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും ഇപ്പോൾ ഭവന നിർമ്മാണം, വീട് വയ്ക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നിങ്ങൾ തുടങ്ങിയിട്ട് അത് മുടങ്ങിക്കിടക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ദശ ഇത് നല്ല സ്ഥാനത്താണ് രാഹു നിൽക്കണത്, ഇതൊക്കെ ഫലവത്താവും. അതൊക്കെ വിജയിച്ച് നല്ല ഭംഗിയാവും. വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ രാഹു നല്ല സ്ഥാനത്ത് ജാതകത്തിൽ നിന്നാലുള്ള ഫലം. ഇനി അത് മോശമായ സ്ഥാനത്താണെങ്കിലോ, രാഹു ഇഷ്ടസ്ഥാനത്തല്ല അനിഷ്ടസ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ ബന്ധുനാശം. ആദ്യം പറയണം ബന്ധുനാശം. പിന്നെ അധികമായ ദുഃഖം, സ്വൽപ്രവർത്തികളിൽ നിന്ന് ദുഃഖം. നമ്മളൊരു കാര്യം ചെയ്താൽ അത് ദുഃഖപര്യവസാനിയായിട്ട് മാറുക, അങ്ങനെയുള്ള ദുരിതങ്ങൾ. ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, ആ സമയത്ത് തുടങ്ങാൻ തോന്നി അത് ആകെ പരാജയമാവുക, ആകെ ബുദ്ധിമുട്ടാകുക, ആകെ പ്രയാസങ്ങളാവുക. പിന്നെ മാതാവിനോ പിതാവിനോ, മനസ്സിലായില്ലേ, നാശം സംഭവിക്കാം, അവർക്ക് നാശങ്ങൾ സംഭവിക്കാം. പിന്നെ മനോദുഃഖം, ഭാര്യ സന്താനങ്ങൾക്ക് ദുരിതം, രോഗം, ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് രാഹു ദുസ്ഥാനത്താണെങ്കിൽ. പിന്നെ വേറൊരു ദുരിതം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ടെൻഷൻ ഉണ്ടാവുക, ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് രോഗമായിട്ട് മാറുക. പ്രത്യേകിച്ച് പ്രമേഹ രോഗം വരാനുള്ള സാധ്യതകൾ, ചർമ്മരോഗങ്ങൾ, ഈ ദുസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ഇവ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വിദേശയാത്ര എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് മോശമായ സമയം എല്ലാം ദുരിതമായിട്ട് വരണം. ആ സമയത്താണ് വിദേശനാശം ഉണ്ടാവണമെങ്കിൽ അവിടെ വിദേശത്ത് പോയി ദുരിതം അനുഭവിക്കേണ്ടി വരും. അത് നല്ലതിനല്ല, അവിടെ പോയി ദുരിതം അനുഭവിക്കുക, അത് ഇതാവാണ്ട് തിരിച്ചു വരേണ്ട ഒരു ഗതികേട് വരെ വന്നു ചേരും. പലവിധ ഉപദ്രവങ്ങള്, അതുപോലെ അത്യന്തം ദുഃഖം, ആകെ ദുരിതങ്ങളായിരിക്കും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ദുസ്ഥാനത്ത് നിൽക്കണ രാഹുവിന്റെ ദശ ഇവ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ദശ തുടങ്ങി ഒരു 6 മാസക്കാലം ആയില്യം പൂജ
കാരണം മാസത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും ആയില്യം. അപ്പോൾ ആ ആയില്യം പൂജ നടത്തുക, പരമശിവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, രുദ്രസൂക്ത അർച്ചന നടത്തുക, അത് അടുപ്പിച്ചൊരു 3 ദിവസം നടത്തുക മാസത്തിൽ. പിന്നെ അടുത്ത മാസത്തിൽ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുർ ഗ്രഹ പുഷ്പാഞ്ജലി. അത് ഇദ്ദേഹത്തിൻ്റെ പക്കപ്പിറന്നാൾ വരുമ്പോൾ രാഹുർ ഗ്രഹ പുഷ്പാഞ്ജലിയൊക്കെ നടത്താം. ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ദുസ്ഥാനത്ത് നിൽക്കണ രാഹു ദശ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനും സുഖമായിട്ട് ജീവിക്കാനും പറ്റും. നമസ്തേ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.